പ്രീ പ്രഗ്നൻസി കൗൺസിലിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ചിത്ര ആർ. ഡോക്ടർ, ഈ ഒരു സമയത്ത് ഈ തലമുറയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തൊരു കോൺസെപ്റ്റാണ് പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് എന്ന് പറയുന്നൊരു മാറ്റർ. അതേക്കുറിച്ച് എന്താണ് പ്രഗ്നൻസി കൗൺസിലിംഗ് എന്ന് പറയുന്നത്? ലളിതമായി പറഞ്ഞാൽ അതൊരു ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ്. അതായത് ഗർഭിണിയാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയും അവരുടെ ഹസ്ബൻഡും പ്രഗ്നൻസി മുമ്പോട്ട് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ്. ഇപ്പം നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ കൂടുതൽ നല്ല റിസൾട്ട്സ് ഉണ്ടായിരിക്കും. അതുപോലെ എല്ലാ കാര്യങ്ങളിലും ഈ അറിവ് നേടിയതിന് ശേഷം പ്രഗ്നൻസി ടേക്കപ്പ് ചെയ്ത് അതിൻ്റെ റിസൾട്ട്സ് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അൾട്ടിമേറ്റ്ലി ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ആരോഗ്യവതിയായ മദറും അമ്മയും കുഞ്ഞും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ ഓരോ കപ്പിളിൻ്റെയും ആവശ്യങ്ങളും അവരുടെ താല്പര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കിയതിന് ശേഷമാണ് ഏത് രീതിയിലുള്ള ഒരു കൗൺസിലിംഗ് ആണ് വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഇതിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്? ഈ ഒരു പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അതിനൊരു മെത്തേഡ്സ് ഉണ്ടാവുമല്ലോ, ഒരു ഡ്യൂറേഷൻ ഉണ്ടാവാം, അത്തരം കാര്യങ്ങളെ പറ്റി. സാധാരണ ഒരു കപ്പിൾ പ്രഗ്നൻസി ടേക്കപ്പ് ചെയ്യാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു 3 മാസം മുമ്പേ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അതിൻ്റേതായ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. ഓൾറെഡി കുറച്ച് അസുഖങ്ങളുള്ള ആൾക്കാരാണ്, അവർക്കറിയാം അസുഖങ്ങളുണ്ട്, മരുന്നുകൾ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഏതാണ്ട് ഒരു 6 മാസത്തോളം മുൻപേ തന്നെ ഡോക്ടറിനെ കണ്ട് അതിൻ്റേതായ ഉപദേശങ്ങൾ എടുക്കുന്നതായിരിക്കാം നല്ലത്. ഒരു കപ്പിൾ ഒരു ഡോക്ടറുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അവരൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററി, രണ്ടുപേരുടെയും ഒരു ഡീറ്റെയിൽ മെഡിക്കൽ ഹിസ്റ്ററി എടുക്കും. അതിനുശേഷം അവരുടെ സർജിക്കൽ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് നോക്കും. അതുകൂടാതെ തന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അതായത് രണ്ടുപേരുടെയും ഫാമിലിയിൽ ജനിതകമായിട്ട് കുഞ്ഞിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകാൻ ചാൻസസ് ഉള്ള അസുഖങ്ങളുണ്ടോ എന്നുള്ള കാര്യം കൂടി നോക്കും. അപ്പോൾ അതിൻ്റേതായ ഉപദേശങ്ങൾ, എന്തൊക്കെ ടെസ്റ്റുകൾ അഡീഷണലി ചെയ്യണം എന്നുള്ള കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കും. അതുകൂടാതെ തന്നെ ഒരു ഗൈനക്കോളജിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ആർത്തവം ക്രമമായിട്ട് വരുന്നുണ്ടോ, അത് ഏതൊക്കെ ടെസ്റ്റുകൾ, നമുക്ക് ഈ യൂട്രസിൻ്റെ ക്യാൻസർ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയും, പാപ്സ്മിയർ ടെസ്റ്റ്, പിന്നെ പ്രഗ്നൻസിയെ ബാധിച്ചേക്കാവുന്നത്, ഫെർട്ടിലിറ്റീനെ ബാധിച്ചേക്കാവുന്ന ചിലതരം ഇൻഫെക്ഷൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും നോക്കുന്നത്. അത് കൂട്ടത്തിൽ തന്നെ അതിനെക്കുറിച്ച് വാക്സിനേഷനെ കുറിച്ച് ആൾക്കാർക്ക് ഡൗട്ട്സ് ഉണ്ടായിരിക്കാം, എന്തൊക്കെ ഡയറ്റ് എടുക്കണം എന്നുണ്ടായിരിക്കാം, അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യാമോ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒരു അവബോധം നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ ഈ ഹിസ്റ്ററി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എക്സാമിനേഷൻ ചെയ്ത് അവരുടെ ഒരു ബ്ലഡ് പ്രഷർ, ജനറൽ ഹെൽത്ത് അസസ് ചെയ്യും. ഈ ഒരു സമയത്തായിരിക്കും പലപ്പോഴും നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ചില അസുഖങ്ങൾ, മുഴകളോ യൂട്രസിനെ സംബന്ധിച്ചിട്ട് അസുഖങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം മാത്രം പ്രഗ്നൻസി ടേക്കപ്പ് ചെയ്താൽ ഒരു ബെറ്റർ റിസൾട്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ യൂഷ്വലി പ്രഗ്നൻസി കൗൺസിലിംഗ് എന്നോടൊട്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂടാതെ തന്നെ ചിലപ്പോൾ നമ്മൾ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്, ബ്ലഡ് ടെസ്റ്റുകൾ. അതായത് വിളർച്ച വളരെ കോമൺ ആയിട്ട് ഇന്ത്യയിൽ കാണുന്നതാണ്. അപ്പം ഒരു നല്ലൊരു ശതമാനം ആൾക്കാരും വിളർച്ചയിൽ ആയിരിക്കും, ഹിമോഗ്ലോബിൻ കുറഞ്ഞതിന് ശേഷമായിരിക്കും പ്രഗ്നൻസിയിലേക്ക് എടുക്കുന്നത്. അപ്പം അതിൻ്റേതായ പ്രോബ്ലംസും ഉണ്ടാകാം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഹിമോഗ്ലോബിൻ എത്രയുണ്ടെന്ന് അറിയാം. അപ്പോൾ ഒരു കംപ്ലീറ്റ് ബ്ലഡ് ചെക്കപ്പ്. പിന്നെ ചിലതരം ഇൻഫെക്ഷൻസ് കുഞ്ഞിനെ ബാധിക്കാവുന്നത്, അപ്പം HIV, റുബെല്ല, ഈ ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻസിന് നമുക്ക് പ്രതിരോധമുണ്ടോ, HIV ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നുള്ളതും, ഷുഗേഴ്സ്, തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ, ഇതൊക്കെ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെയും ഗ്രോത്തിനെയൊക്കെ ബാധിക്കാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് എന്നുള്ള ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഗർഭധാരണത്തിന് പറ്റിയൊരു വയസ്സ് എന്ന് പറയുമ്പം അതെങ്ങനെയായിരിക്കും? അങ്ങനെ ഒരു കൃത്യമായ ഒരു വയസ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു കപ്പിൾ എപ്പോഴാണോ മാനസികമായും ശാരീരികമായും ഒക്കെ തയ്യാറാകുന്നത് ആ സമയമാണ് അതിൻ്റെ ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു ഏജ് എന്ന് നമ്മൾ പറയുന്നത്. കൂടാതെ നമുക്ക് പലതരം സ്ട്രെസ്സുകൾ ഉണ്ടായിരിക്കാം, സാമ്പത്തിക ഭദ്രത ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് വരുന്ന സമയമായിരിക്കും ആ ഒരു കപ്പിൾ കൂട്ടായമായ ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നിരുന്നാലും ആ ഒരു കാലതാമസം ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ചില കാര്യങ്ങളിൽ അറിവ് കൊടുക്കാറുണ്ട്. അതായത് ആർത്തവം തുടങ്ങുന്ന സമയം മുതൽ അത് അവസാനിക്കുന്ന സമയം വരെ നമുക്ക് ഒരു സ്ത്രീക്ക് പ്രഗ്നൻസി ആകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ ഏറ്റവും നല്ല രീതിയിലുള്ള അണ്ഡം പുറപ്പെടുവിക്കുന്നത് ഒരു 20 മുതൽ ഒരു 30-32 വയസ്സ് വരെയുള്ള സമയത്താണ്. ഈ സമയത്തുണ്ടാകുന്ന പ്രഗ്നൻസിക്ക് എപ്പോഴും കോംപ്ലിക്കേഷൻസ് പൊതുവേ കുറവായിരിക്കും. അതുപോലെ ആരോഗ്യമായിട്ടുള്ള കുഞ്ഞുങ്ങളായിരിക്കും ജനിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ലൊരു ഏജ് എന്ന് പറയുന്നത് ആ ഒരു ഏജാണ്. നമുക്കൊരു 35ലേക്ക് കടക്കുമ്പോഴേക്കും
നമ്മുടെ ഫെർട്ടിലിറ്റിയുടെ ചാൻസസ് പതുക്കെ കുറഞ്ഞു തുടങ്ങും. ഒരു 40 വയസ്സിനോടനുബന്ധിച്ചിട്ട് വളരെയധികം ഷാർപ്പായിട്ടത് ഡിക്രീസ് ചെയ്യും. ഇപ്പം ഒരു 3 മാസത്തോളം 20 വയസ്സുള്ള ഒരാൾ പ്രഗ്നൻസി ട്രൈ ചെയ്താൽ 25-30% വരും പെട്ടെന്ന് തന്നെ പ്രഗ്നൻസി ആകും. പക്ഷേ ഇത് 35 വയസ്സിലേക്ക് കടക്കുമ്പോഴേക്കും അത് നേരെ പകുതിയായി ഒരു 12% കുറയും. 40 വയസ്സാകുമ്പോൾ അത് പിന്നെയും കുറഞ്ഞൊരു 6% ആവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാലതാമസം അവരറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുപോലെ ആദ്യത്തെയും രണ്ടാമത്തെയും കുഞ്ഞുങ്ങൾ തമ്മിലുള്ള ഒരു പ്രായ വ്യത്യാസം, അതും ഇതുപോലെ അപ് ടു പേഴ്സൺ ആണോ നമ്മൾ തീരുമാനിക്കേണ്ടത്? സാധാരണ ഒരു പ്രഗ്നൻസി കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും അതിൻ്റെ ഹെൽത്തൊക്കെ വീണ്ടും റിസ്റ്റോർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഒരു കാലതാമസം ഉണ്ടായിരിക്കാം. അപ്പോൾ ഐഡിയലി ഒരു നമ്മുടെ WHO ഒക്കെ പറയുന്ന ഒരു 18 മുതൽ 24 മാസം വരെയുള്ള ഒരു ഡിഫറൻസാണ് 2 പ്രഗ്നൻസികൾ തമ്മിൽ വേണ്ടത്. പക്ഷേ ഈ പ്രഗ്നൻസി ഒരു 6 മാസത്തിന് താഴെയുള്ള ഡിഫറൻസിൽ പ്രഗ്നൻസി ആകുകയോ അല്ലെങ്കിൽ 2 പ്രഗ്നൻസികൾ തമ്മിൽ 5-6 വർഷത്തിന് ശേഷമുള്ള ഡിഫറൻസ് ഉണ്ടാവുകയോ ചെയ്താൽ അവർക്ക് കൂടുതലായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് കൂടും. അതായത് കുഞ്ഞിന് വളർച്ചക്കുറവുണ്ടാകുക, അമ്മയ്ക്ക് വിളർച്ച ഉണ്ടാകുക, അതുപോലെ നേരത്തെയുള്ള പ്രസവം ഉണ്ടാകുക, ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഈ 2 ഗ്രൂപ്പിലും, അതായത് വേഗം പ്രഗ്നൻസി ആകുന്ന ആൾക്കാർക്കും വളരെ താമസിച്ച് 2 പ്രഗ്നൻസികൾ തമ്മിൽ അകലം വെക്കുന്ന ആൾക്കാർക്കും ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഐഡിയൽ എന്ന് പറയുന്നത് 2-3 വർഷം ഇടവേള എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ ഈ കൗൺസിലിംഗ് സമയത്ത് ഉണ്ടാകുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? പ്രൊസീജിയേഴ്സ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ജനറൽ ആയിട്ടുള്ള ഹിസ്റ്ററി എടുക്കുക, അതുപോലെ ജനറൽ ആയിട്ടുള്ള എക്സാമിനേഷൻസ്, എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക, കുറച്ച് ലാബറട്ടറി ടെസ്റ്റിങ് ചെയ്തിട്ട് അവരുടെ ബ്ലഡ് ലെവല്, ഷുഗറും തൈറോയിഡും ഇതെല്ലാം നോർമൽ ആണോ എന്നുള്ള ഇത് നോക്കുക എന്നുള്ളതാണ്. പ്രീ പ്രഗ്നൻസി സ്റ്റേജിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റ് ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ ആ ഡയറ്റിനെ കുറിച്ച് എന്തെങ്കിലും? നമ്മൾ അമ്മ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ഉതകുന്നതായിരിക്കണം. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന പോലെ പോഷകാഹാര സമൃദ്ധമായ ഫുഡ് തന്നെയാണ് എപ്പോഴും കഴിക്കുന്നത്. ബാലൻസ്ഡ് ഡയറ്റ്, അത് കൃത്യമായ അളവിലുള്ള കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഇതൊന്നും എല്ലാ ഡയറ്റിലും നമുക്ക് ഉൾപ്പെടുത്താൻ അല്ലെങ്കിൽ നോക്കാനും സാധ്യമല്ല. എന്നിരുന്നാലും കൂടുതലായിട്ട് ഫലവർഗ്ഗങ്ങളും പച്ചക്കറികളും കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക, അതുപോലെ നാരുകളടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക, ഇതെല്ലാം മലബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനൊക്കെ സാധിക്കും. അതുകൂടാതെ തന്നെ നമുക്ക് കഴിക്കുന്നതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സ്മോക്ഡ് ആയിട്ടുള്ള ഫുഡ്, അതുപോലെ പാല് തിളപ്പിക്കാതെ ഉപയോഗിക്കുക, അതുപോലെ മീറ്റ് പ്രോഡക്ട്സ് കൂടുതലായിട്ട് കുക്ക് ചെയ്യാതെ ഉപയോഗിക്കുക. ഇതെല്ലാം ചിലതരം പ്രത്യേക ബാക്ടീരിയ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ കൂടുതലായിട്ട് വെള്ളം കുടിക്കണം പ്രഗ്നൻസി ആകുമ്പോൾ. ഈ ചില കാര്യങ്ങളാണ് പൊതുവേ നമ്മൾ ഡയറ്റ് എന്ന വിഭാഗത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഈ വൈറ്റമിൻ സപ്ലിമെന്റ്സിലേക്ക് വരുമ്പോൾ അതിനെപ്പറ്റി? നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന ഫുഡിൽ മിക്കവാറും എല്ലാത്തരം വൈറ്റമിൻസും ഉണ്ടായിരിക്കും. ഡെഫിഷ്യൻസിക്കുള്ള ചാൻസസ് വളരെ കുറവാണ് നോർമലായിട്ടുള്ളൊരു ഡയറ്റ് കഴിക്കുന്നയാൾക്ക്. എന്നിരുന്നാലും പ്രഗ്നൻസി എന്ന് പറയുമ്പം നമ്മൾ ഏറ്റവും അധികം ഊന്നി പറയുന്ന ഒരു വൈറ്റമിനാണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. അത് കുഞ്ഞിൻ്റെ തലച്ചോറ് വികസിക്കാനും നട്ടല് വികസിക്കാനും വളരെ ആവശ്യമുള്ള ഒരു വൈറ്റമിനാണ്. അപ്പോൾ അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേക വിഭാഗത്തിലുള്ള ഒരു വൈകല്യങ്ങളാണ്, അത് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് എന്നാണ് പറയുന്നത്. അത് കുഞ്ഞിന് മുമ്പോട്ടുള്ള ജീവിതത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്നതും പ്രഗ്നൻസി അലസിപ്പിച്ച് കളയാൻ പലപ്പോഴും നമ്മൾ അഡ്വൈസ് ചെയ്യുന്നതുമായിട്ടുള്ള ചില അസുഖങ്ങളാണ്. അപ്പം ഫോളിക് ആസിഡ് ആവശ്യത്തിനുള്ള അളവിൽ നമ്മൾ സപ്ലിമെൻറ്റ്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 70% ഇത്തരം അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഫോളിക് ആസിഡ് ഏറ്റവും ആവശ്യമുള്ളത് ആദ്യത്തെ ഒരു 28 ദിവസത്തിലേക്കാണ്. പലപ്പോഴും നമ്മൾ പലരും അറിയാറില്ല പ്രഗ്നൻസി ആണ് എന്ന ഒരു സമയത്ത് അറിയാറില്ല. അതുകൊണ്ടാണ് പ്രഗ്നൻസി ആകുന്നതിന് ഒരു മാസം മുമ്പേ തന്നെ ഈ ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ലോ റിസ്ക് ആയിട്ട് സാധാരണ ഒരു വ്യക്തിക്ക് ഒരു 400 മൈക്രോഗ്രാമുള്ള ചെറിയ അളവിലുള്ള ഫോളിക് ആസിഡാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് നേരത്തെയുള്ള പ്രഗ്നൻസി ഇതുപോലെ ന്യൂറൽ ട്യൂബ് അസുഖങ്ങളുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുകയോ അതല്ലെങ്കിൽ എപ്പിലെപ്സി പോലെ അപസ്മാരത്തിനായിട്ടുള്ള അസുഖത്തിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് ഇത്തരം അസുഖങ്ങൾ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ വളരെയധികം ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ഒബീസ് ആയിട്ടുള്ള ആൾക്കാർക്കും ഈ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ആയിട്ടുള്ള ബേബീസ് ഉണ്ടാകാം. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിന് നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു ഫോളിക് ആസിഡ് ഹൈ ഡോസിലാണ്
കൊടുക്കുന്നത്. ഫോളിക് ആസിഡ് കൂടാതെ നമ്മൾ ഒരു വൈറ്റമിനും കൂടെ പറയുന്നത് വൈറ്റമിൻ ഡി എന്നുള്ളതാണ്. മിക്കവാറും എല്ലാവരും ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പം സൂര്യപ്രകാശം ശരീരത്തിൽ എടുക്കുന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ മിക്കവാറും എല്ലാവർക്കും ഈ ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകും. ഇതും കുഞ്ഞിൻ്റെ വളർച്ചയെ വളരെയധികം ബാധിക്കാം. അതായത് ഗർഭം അലസി പോകാനോ പ്രഗ്നൻസി ആകാൻ താമസം ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കുറയുക, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകാം. അപ്പം ഇത് ആവശ്യമായിട്ടുള്ള ആ ഗ്രൂപ്പിന് റെഗുലറായിട്ട് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷനും നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് കൂടാതെ തന്നെ പലതരം വൈറ്റമിൻസിൽ ഒന്ന് എടുത്തു പറയേണ്ട ഒരെണ്ണം വൈറ്റമിൻ എ ആണ്. ഇതിൻ്റെ അമിതമായ ഉപയോഗം, ചില കോഡ് ലിവർ ഓയിൽ, ലിവറിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ കഴിക്കുക എന്നുണ്ടെങ്കിൽ ഒരുപാട് വൈറ്റമിൻ എ ശരീരത്തിലെത്തുകയും അത് തന്നെ കുഞ്ഞിന് ഒരു വൈകല്യത്തിന് ഉണ്ടാകാനോ അബോർഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം പ്രഗ്നൻസിയിൽ പൊതുവെ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ട്. ഈ 3 വൈറ്റമിൻസ് ആണ് കൂടുതലായിട്ട് നമ്മൾ ഊന്നി പറയുന്നത്. അപ്പോൾ ഡോക്ടർ, ഈ ഡയറ്റ് വൈറ്റമിൻ സപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഉള്ളൊരു പ്രധാനപ്പെട്ട ഘടകമാണ് എക്സസൈസ്. അപ്പോൾ ഈ പ്രീ പ്രഗ്നൻസി ടേംസിൽ നമ്മൾ എക്സസൈസിന് കൊടുക്കേണ്ട ഒരു പ്രാധാന്യം അതിനെക്കുറിച്ചൊന്ന് പറയാം. നമുക്ക് പ്രഗ്നൻസി ആകുമ്പോഴാണ് പലപ്പോഴും എക്സസൈസുകളെ കുറിച്ച് ബോധവതികളായി കൂടുതലായിട്ട് ഏത് എക്സസൈസ് ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നുള്ളത് പലപ്പോഴും അന്വേഷിക്കുന്നത്. അപ്പം ക്രിയാത്മകമായ ഒരു ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ആകാനുള്ള ഒരു കാലതാമസം അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ തന്നെ പ്രഗ്നൻസി ആകുമ്പം ആ സ്ട്രെസ് ലെവൽ ഡിക്രീസ് ചെയ്യാനും അതുപോലെ പ്രഗ്നൻസിയുടെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കുക, സാധാരണ പ്രസവം സാധ്യമാകാനും ഒക്കെ ഈ എക്സസൈസ് വളരെ ആവശ്യമായിട്ടുള്ളതാണ്. ഇപ്പോൾ ജനറലായിട്ട് നമ്മൾ പറയുന്നത് ഒരു ആഴ്ചയിൽ ഒരു 2.5 മണിക്കൂർ ഒരു മോഡറേറ്റ് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഹാർട്ട് ബീറ്റ് ഒരു ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്യുക, നമ്മുടെ ശ്വാസഗതി ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ നമുക്കൊരു ചെറിയ വാംത്ത്, ചൂട് ഫീൽ ചെയ്യുക, അതുപോലെ നമുക്ക് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സംസാരിക്കാൻ, കംഫർട്ടബിളായിട്ട് സംസാരിക്കാൻ പറ്റുക. ഇതാണ് മോഡറേറ്റ് ആക്ടിവിറ്റി എക്സസൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ലെവൽ ഓഫ് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ മസിൽ ബിൽഡിംഗ് എക്സസൈസസ് ഉണ്ട്, യോഗ പോലെയുള്ളതോ പുഷപ്സ് ആയിട്ടുള്ളതോ അത് ആഴ്ചയിൽ 1-2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ആ പെൽവിക് ഗേർഡിലിന് സ്ട്രെങ്ത് കിട്ടാനും നോർമൽ ഡെലിവറിക്കുള്ള ചാൻസസ് കൂടാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ എക്സസൈസിനെ കുറിച്ച് പറയുമ്പം അതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഒബീസിറ്റി, അമിതവണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇത് പ്രത്യേകിച്ച് കൂടുതലായിട്ട് ചെയ്യേണ്ടതും. നമുക്ക് ആ പ്രഗ്നൻസി ഒരു BMI എന്നൊരു നമ്പറിലാണ് നമ്മൾ ഒബീസിറ്റിയുടെ തോത് അളക്കുന്നത്. അതായത് അത് ഒരു വെയിറ്റ് മാത്രം, അബ്സല്യൂട്ട്ലി ഒരു വെയിറ്റ് മാത്രമല്ല, ഹൈറ്റിന് അനുപാതമായിട്ട്, നമ്മുടെ ഹൈറ്റിന് അനുപാതമായിട്ട് എത്രത്തോളം വെയിറ്റ് ഉണ്ട് എന്നുള്ളതാണ് BMI എന്നുള്ള നമ്പർ. ആ ഒരു നമ്പർ ഒരു 18നും ഒരു 23നും ഇടയ്ക്കാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് വെച്ച് നിൽക്കേണ്ടത്. അപ്പോൾ അത് വളരെ കുറവാകുന്നതും വളരെ കൂടുതലാകുന്നതും പ്രഗ്നൻസിയെ മോശമായിട്ട് ബാധിക്കാം. അപ്പോൾ ഈ ഒരു വളരെ ഒബീസായിട്ടുള്ള ഒരാൾ, വളരെ ഓവർ വെയിറ്റോ ഒബീസോ ആയിട്ടുള്ള ആൾക്കാർ പ്രഗ്നൻസി ആകുമ്പോഴേക്കും ഈ പറഞ്ഞ കണക്ക് നേരത്തെ പറഞ്ഞ കോംപ്ലിക്കേഷൻസ്, ഗർഭം അലസി പോകലോ, വെയിറ്റ് വളരെയധികം കൂടിയ കുട്ടികളുണ്ടാകുക, ഈ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ്, ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെയുള്ള ചാൻസസ് ഒക്കെ പൊതുവെ കൂടിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ വളരെയധികം വെയിറ്റ് കുറഞ്ഞ ആൾക്കാരും പ്രഗ്നൻസി ആകുമ്പം ഇതേപോലെയുള്ള പലതരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. മാസം തികയാതെ പ്രസവിക്കുന്നുണ്ടാകാം, അതുപോലെ ബർത്ത് വെയിറ്റ് ഓഫ് ബേബി വളരെ കുറവായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. അപ്പോൾ ഈ ഒരു 2 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും നമുക്ക് എക്സസൈസിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. ഒരു ഗ്രൂപ്പ് എക്സസൈസ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കണം. മറ്റൊരാൾക്ക് എക്സസീവായിട്ട് വളരെ അധികമായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് ലിമിറ്റ് ചെയ്ത് അത് സാധാരണ BMIയിലേക്ക് വരുന്നത് പ്രഗ്നൻസി ഔട്ട്കം വളരെ നന്നാക്കാൻ സാധിക്കും. പിന്നെയെന്ന് വെച്ചാൽ ഈ പ്രീ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന വാക്സിനേഷൻസ് എന്തായാലും ആ സമയത്ത് നമ്മൾ എടുക്കുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശക്തി, പ്രത്യേക അസുഖങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ ശക്തി വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം പ്രഗ്നൻസിയെ സംബന്ധിച്ച് പറയുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട 2 അസുഖങ്ങളാണ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് എന്ന് പറയും. ഒന്ന് റുബല്ല, ജർമ്മൻ മീസിൽസ് എന്ന് പറയും. അതൊരു പനിയായിട്ടോ മേത്ത് മണൽത്തരികൾ വിടറിയ പോലെയുള്ള ചെറിയ കുരുക്കളായിട്ടോ കടലകൾക്ക് വേദനയായിട്ടോ ഒക്കെ വരാം. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വൈറസ് മറുവിള്ള വഴി അത് ട്രാൻസ്ഫർ ചെയ്ത് ബേബിക്ക് എത്തുകയും ആദ്യത്തെ 3 മാസമാണ് ഇത് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ 90%
കുഞ്ഞുങ്ങളെയും ഇത് അഫക്റ്റഡ് ആകാം. അത് ബ്രെയിൻ മുതൽ ഹാർട്ട് മുതൽ എല്ലാ അവയവങ്ങളെയും അഫക്റ്റഡ് ആകാനും വളരെ മോശമായ അവസ്ഥയിലേക്ക് പ്രഗ്നൻസി പോകാനും അലസിപ്പോകാനും ഒക്കെയുള്ള ചാൻസസ് ഉണ്ട്. ഇതേ ഇൻഫെക്ഷൻ തന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഘട്ടത്തിലാണ് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്നതെങ്കിൽ പോലും കുട്ടിയുടെ വളർച്ചക്കുറവും മറ്റ് വൈകല്യങ്ങളും ഉണ്ടാകാം. അപ്പം പലപ്പോഴും എല്ലാവർക്കും ഈ റുബെല്ല വന്നിട്ടുണ്ടായിരിക്കാം, പക്ഷെ നമ്മളത് അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ചെറിയൊരു പനിയായിട്ടോ ജലദോഷമായിട്ടോ മാത്രമായിട്ടായിരിക്കും അത് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇത് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, അതിൻ്റെ ആൻറ്റിബോഡി ടെസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗിൽ ഈ ഒരു ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിങ്ങനെ അസുഖങ്ങളുണ്ടോ, ഇത് ഓൾറെഡി വന്നിട്ടുണ്ടോ, ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ആൻറ്റിബോഡി നമുക്ക് ലെവലിൽ ആവശ്യത്തിനുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ച് പേടിക്കേണ്ടതില്ല. പക്ഷേ നമ്മളത് ഇമ്മ്യൂൺ അല്ല, ആൻറ്റിബോഡി ലെവൽ നമ്മുടെ ശരീരത്തിൽ ഇല്ല എന്ന് വെച്ചാൽ നമുക്ക് ആ ഇൻഫെക്ഷൻ വന്നിട്ടില്ല. പ്രഗ്നൻസിയിൽ എപ്പോൾ വേണമെങ്കിലും നമുക്കത് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ പ്രഗ്നൻസി ആകുന്നതിന് 1 മാസം മുമ്പേ തന്നെ ഇതിനെതിരായ ഒരു ഇഞ്ചക്ഷൻ എടുക്കുക. പക്ഷേ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ഇതൊരു നിർവീര്യമാക്കപ്പെട്ട ഒരു വൈറസാണ്. ചെറിയ ലെവലിൽ പോലും ഈ വാക്സിൻസും ഇൻഫെക്ഷൻ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചിക്കൻ ബോക്സിൻ്റെ കാര്യം, ചിക്കൻ ബോക്സ് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അത് തീർച്ചയായും എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള വെസിക്കിൾസും ഒക്കെ ആയിട്ടാണ് അറിയുന്നത്. അപ്പോൾ അതൊരിക്കൽ വന്നാൽ മിക്കവാറും രണ്ടാമത് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രഗ്നൻസിക്ക് മുന്നേ തന്നെ 2 ഇഞ്ചെക്ഷൻസാണ് എടുക്കേണ്ടത്. അപ്പോൾ ഏതാണ്ട് 2 മാസം മുമ്പേ തന്നെ നമുക്കതിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 2 മാസം പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാനുള്ള കോൺട്രാസെപ്റ്റീവ്, ഈ ഇഞ്ചെക്ഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി ആകാതിരിക്കാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് കൂടി ഈ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കും. അതുപോലെ ഈ ഓൾറെഡി ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അസുഖങ്ങളൊക്കെ ഉള്ള ഒരാൾ ഗർഭം ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് എത്രത്തോളം അതിനെ എത്രത്തോളം അതിനെ നമുക്ക് മാറ്റി നിർത്താൻ അല്ലെങ്കിൽ അതിനൊരു മാറ്റം വരുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കും? ഇപ്പോൾ ഉള്ള ഒരുപാട് നൂതന ചികിത്സാ രീതികളും രോഗനിർണയ മെത്തേഡ്സും ഒക്കെ ഉള്ളത് കാരണം പണ്ട് പ്രഗ്നൻസി ആകരുത് എന്ന് പറഞ്ഞിട്ടുള്ള പല കണ്ടീഷൻസും ഇപ്പോൾ ആ ഒരു ഏജ് തരണം ചെയ്ത് റീപ്രൊഡക്റ്റീവ് ഏജിലേക്ക് വരുന്നുണ്ട്. അപ്പം പലർക്കും ഈ ഒരു പ്രഗ്നൻസി രോഗത്തിൻ്റെ കാഠിന്യം കുറഞ്ഞ അവസ്ഥയിലാണ് പ്രഗ്നൻസി ഏറ്റെടുക്കുന്നതെന്നുണ്ടെങ്കിലും പ്രഗ്നൻസി ആകുമ്പോഴേക്കും ഇത് വീണ്ടും ഈ അസുഖങ്ങൾ തലപൊക്കി വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും വളരെ ആ അസുഖങ്ങളൊക്കെ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിലാണ് പ്രഗ്നൻസി എടുക്കുന്നതെന്ന് വെച്ചാൽ നോർമലായിട്ട് പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അപ്പം ഈ ഒരു പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് പറയേണ്ടത് നമുക്ക് നേരത്തെ ഉള്ള രക്തസമ്മർദ്ദം, പ്രഗ്നൻസിക്ക് മുൻപേ തന്നെയുള്ള രക്തസമ്മർദ്ദം, അതുപോലെയുള്ള ഷുഗർ, അതായത് പ്രമേഹം എന്നുള്ള അസുഖങ്ങളാണ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത്. അപ്പം ഈ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പം നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻറ്റി ഹൈപ്പർ ടെൻസീവ് മെഡിക്കേഷൻസ് സാധാരണ ഉപയോഗിക്കും. അപ്പോൾ ചിലതരം മെഡിസിൻസ് ആണെന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസിയെ ബാധിക്കാം, കുഞ്ഞിനെ ബാധിക്കാം. അപ്പോൾ പ്രഗ്നൻസിക്ക് ആ സമയത്ത് തന്നെ, പ്രഗ്നൻസി ആകുന്നതിന് 2-3 മാസം തന്നെ ഈ തരം മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്തിട്ട് അതിനൊക്കെ നമുക്ക് പ്രഗ്നൻസിക്ക് സേഫ് ആയിട്ടുള്ള മെഡിസിൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വളരെ കാലമായിട്ട് നിൽക്കുന്ന പ്രഷറും ഒക്കെ കണ്ണിനെ ബാധിക്കാം, അതുപോലെ ഹാർട്ടിനെ ബാധിക്കാം, കിഡ്നിയുടെ പ്രവർത്തനത്തിനെ ബാധിക്കാം. അപ്പോൾ ഈ തരം ഈ അവയവങ്ങളെയൊക്കെ ബാധിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റേതായ വിഭാഗത്തിലെ ഡോക്ടർമാരുമായിട്ട് കൺസൾട്ട് ചെയ്യും. ഇങ്ങനെയുള്ള അവയവങ്ങൾ ബാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസ്, പ്രഗ്നൻസിക്ക് പ്രത്യേകിച്ച് വരുന്ന ഹൈപ്പർ ടെൻഷൻ, അതിൻ്റെ കോംപ്ലിക്കേഷൻസും കുഞ്ഞിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഏറ്റവും കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിച്ചുകൊണ്ട് വേണം പ്രഗ്നൻസി ആകാൻ വേണ്ടി. എപ്പിലെപ്സി, ഹൈപ്പർ ടെൻഷൻ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ അനീമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള എപ്പിലെപ്സി ഉള്ള ഒരാൾ പ്രഗ്നൻ്റ് ആവുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അതിനകത്ത് ഏറ്റവും അധികം നമ്മൾ കാണുന്നത് ഡയബറ്റിസ്, പ്രമേഹ രോഗമാണ്. പ്രഗ്നൻസി ആകുന്നതിന് മുമ്പേ തന്നെ പ്രമേഹം ഉണ്ടാകുക. അപ്പം അതിൻ്റെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ നിയന്ത്രിതമായ രീതിയിലുള്ള സമയത്താണ് പ്രഗ്നൻസി ആകുന്നതെന്ന് വെച്ചാൽ സാധാരണ ഒരാൾക്കുണ്ടാകുന്ന റിസ്ക് മാത്രമേ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്നുള്ളൂ. പക്ഷേ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ കൂടിയ രീതിയിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇത് അറിയാൻ വേണ്ടി നമുക്കൊരു ടെസ്റ്റ് ഉണ്ട്. അത് HbA1c എന്ന് പറയും. അത് മുമ്പുള്ള 3 മാസത്തെ ഷുഗർ കൺട്രോൾ എങ്ങനെയിരുന്നു എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പ്രഗ്നൻസി ആകുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു 6.5 താഴെ നിൽക്കണം എന്നുള്ളതാണ്. അതിൻ്റെ പോയിന്റ് ഓരോന്ന് കൂടുന്നതിനനുസരിച്ചിട്ടും 5 മുതൽ 10% വരെ കുഞ്ഞുങ്ങൾക്ക് വൈകല്യം ഉണ്ടാകാം. എസ്പെഷ്യലി ഹാർട്ടിന് വൈകല്യങ്ങൾ ഉണ്ടാകുക, നമുക്ക് അന്നനാളത്തിൻ്റെ വൈകല്യം, കിഡ്നിയുടെ വൈകല്യം, ലിംസിന്, എല്ലാ സിസ്റ്റത്തിനെയും അഫക്റ്റ് ചെയ്യാം ഈ ഒരു
അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു പ്രമേഹ രോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രഷർ ബാധിക്കുന്ന പോലെ കണ്ണിനെയും കിഡ്നിയെയും ബാധിക്കാം. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്കും നമ്മൾ സാധാരണ ഒഫ്താൽമോളജിയും നെഫ്രോളജി ഡോക്ടേഴ്സിൻ്റെയും ഹെൽപ്പ് അവരുടെ ആ ഒരു അവയവങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ കാര്യക്ഷമത എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടി വിടാറുണ്ട്. അപ്പോൾ ഇതാണ് ഡയബറ്റിസിനെ കുറിച്ച് പറയാനുള്ളത്. നേരത്തെ ചോദിച്ച പോലെ എപ്പിലെപ്സി, അപസ്മാരം എന്നാണ് പറഞ്ഞത്. നമ്മളിപ്പം ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് അപസ്മാരം എന്ന് പറയുന്നത്. പലരും അതിനെ കൺട്രോൾ ചെയ്യാനുള്ള മെഡിക്കേഷൻസിലായിരിക്കും. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെഡിസിൻസ് എടുക്കേണ്ടി വരുവാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു മെഡിസിൻസ് പലപ്പോഴും നേരത്തെ പറഞ്ഞ പോലെയുള്ള ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ്, അതായത് നട്ടലിൻ്റെയും തലച്ചോറിൻ്റെയും വളർച്ചയെ വളരെയധികം ബാധിക്കാവുന്നതാണ്. അപ്പം ഈ പ്രീ പ്രഗ്നൻസി കൗൺസിലിങ്ങിന് ഒരു 3-4 മാസം മുമ്പ് തന്നെ ഈ തരം മെഡിസിൻസ്, ചില കട്ടി കൂടിയ മെഡിസിൻസ് എല്ലാം സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം അത് വളരെ മൈൽഡായിട്ടുള്ള മെഡിസിൻസിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിൻ്റെ എപ്പിലെപ്സി വളരെ കൺട്രോൾഡായി 1 വർഷത്തോളം എപ്പിലെപ്സി ഇരുന്നു എന്നുണ്ടെങ്കിൽ ഈ പ്രഗ്നൻസിയിൽ വീണ്ടും അപസ്മാരം വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ കഴിഞ്ഞ 1 വർഷത്തിനുള്ള 1-2 പ്രാവശ്യം എപ്പിലെപ്സി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ആകുമ്പോൾ വീണ്ടും അത് എപ്പിലെപ്സി റിപ്പീറ്റ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ കാര്യത്തിനെക്കുറിച്ച് കൂടുതലായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും കൂടാതെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞ വൈറ്റമിൻസ് സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിൻ്റെ ആവശ്യകത അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യും. പലരും ഈ ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്, മാനസിക രോഗത്തിനുള്ള മരുന്ന് കഴിക്കുന്ന ആൾക്കാരും അപസ്മാരത്തിനുള്ള മരുന്ന് കഴിക്കുന്ന ആൾക്കാരും എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ പ്രഗ്നൻസി ആയ ഉടനെ തന്നെ അവർക്ക് ഒരു ടെൻഷനായിരിക്കും കുഞ്ഞിനെ ബാധിക്കുമോ എന്നുള്ളത് തന്നെ. അപ്പോൾ പെട്ടെന്ന് ഇതെല്ലാം അങ്ങ് നിർത്തി കഴിയുമ്പോൾ ആ രോഗാവസ്ഥ മൂർച്ഛിച്ചതിന് ശേഷമായിരിക്കും പലപ്പോഴും വരുന്നത്. ഈ ഒരു അവസ്ഥയിൽ വരുമ്പോൾ പ്രഗ്നൻസിക്ക് കോംപ്ലിക്കേഷൻസ് സാധാരണ കൂടുതലായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ അനീമിയ, ചോദിച്ച പോലെ അനീമിയ എന്ന് പറയുന്ന വിളർച്ച കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് ഓക്സിജനേഷൻ എന്ന് പറയുന്നത്. അപ്പം അനീമിയ എന്ന് പറഞ്ഞ അവസ്ഥ ഹീമോഗ്ലോബിൻ കുറവാണ്, അതുപോലെ തന്നെ കുഞ്ഞിന് കിട്ടുന്ന ഓക്സിജനും ന്യൂട്രിയൻസും എല്ലാം വളരെ കുറവായിരിക്കും. അപ്പോൾ കുഞ്ഞിന് വളർച്ച കുറവായിരിക്കും. അതുപോലെ മാസം തികയുന്നതിന് മുമ്പ് പ്രസവിക്കുക, പ്രസവത്തിന് ശേഷം അമ്മയുടെ ശരീരത്തിന് അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടാകുക, ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസും ഈ ഒരു ഗ്രൂപ്പിൽ കാണുന്നുണ്ട്. അപ്പം ഒരു വളരെ നോർമൽ ലെവലിലുള്ള ഹീമോഗ്ലോബിൻ എത്തിയതിന് ശേഷം മാത്രം പ്രഗ്നൻസിയിലേക്ക് അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ഗ്രൂപ്പിനുള്ള അഡ്വൈസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പ്രീ പ്രഗ്നൻസി കൗൺസിലിങ്ങിനെ കുറിച്ചും അതിലേക്കുള്ള ഓരോ ചുവടിനെക്കുറിച്ചും പ്രേക്ഷകരോടും ഞങ്ങളുടെയും എല്ലാവരുടെയും സംശയം തീർത്തുന്നതിനും ഇത്രയും വിവരങ്ങൾ പുതുതായിട്ട് നമുക്ക് പറഞ്ഞു തന്നതിനും ഡോക്ടറോട് ഒരുപാട് നന്ദിയുണ്ട്. നമസ്കാരം.